ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ തെങ്കാശിയിൽ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ തെങ്കാശിയിലെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അനിയൻ്റെ അടുത്ത് തന്നെയാണ്. അനിയ ഏഴുകോണെന്നാണ് പോകുന്നത്. അവിടെ നിന്ന് 2-2.25 മണിക്കൂറിൻ്റെ തെങ്കാശിയിലേക്ക്. അപ്പോൾ ഞങ്ങളിതാ രാവിലെ ഒരു 5 മണിക്കൊക്കെ എനിക്ക് റെഡിയായി. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 6 മണി 6:10 ആയി. അപ്പോൾ ഇവിടുന്ന് ഒരു 2.25 മണിക്കൂറൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഈ തെങ്കാശിയിലെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. കണ്ടോ കൈതച്ചക്ക അതിരാവിലെയുള്ളൊരു യാത്ര അടിപൊളി വൈബാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ രാവിലെ എനിക്ക് യാത്രയൊക്കെ പോകുന്നത്. നമ്മൾ ട്രിപ്പൊക്കെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ രാവിലെ ഇറങ്ങും കേട്ടോ. നല്ല രസമാണ്. ഇതാണ് കേട്ടോ 13 കണ്ണറപ്പാലം, കൊല്ലം തെങ്കാശി റൂട്ടിൽ. അവിടെയൊക്കെ ഇറങ്ങി കാണുന്നുണ്ടായിരുന്നു, പക്ഷേ നല്ല തിരക്കായിരുന്നു ആ ഒരു സമയത്തൊക്കെ. അതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഒരു ദിവസം നമുക്ക് ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു റൂട്ടിൽ അനിയൻ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏതാണ്ട് തെങ്കാശിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ ഇറങ്ങിയതല്ല, നല്ല വിശപ്പെട്ടായിരുന്നു. കഴിച്ചിട്ടൊക്കെ അങ്ങോട്ട് യാത്ര ചെയ്യാമെന്ന് കരുതി. രാവിലെ നല്ല കാറ്റായിരുന്നു കേട്ടോ. ആ റെസ്റ്റോറൻറ്റ് അവിടെ ഭയങ്കര കാറ്റ്. അപ്പം ഇനി നമ്മൾ പോകുന്നത് നേരെ കാണുന്നത് ആ കുന്നിൻ്റെ മുകളിലുള്ള ഒരു അമ്പലത്തിലേക്കാണ്. തിരുമലൈക്കോവിൽ തെങ്കാശിയിലെ ഒരു ഫേമസ് അമ്പലമാണ് കേട്ടോ. ഒരു മുരുകൻ ക്ഷേത്രമാണ് തിരുമലൈക്കോവിൽ. തെങ്കാശിയിൽ വരുന്നവരൊക്കെ മിസ് ചെയ്യാതെ കാണുന്ന ഒരു സ്ഥലമൊക്കെയാണ്. അപ്പോൾ വരുന്നവരൊക്കെ പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ, അമ്പലമാണ്. അപ്പോൾ പുഷ്പ ഫിലിമിൻ്റെ ഷൂട്ടിങ്ങൊക്കെ അവിടെയായിരുന്നു കേട്ടോ. ഒരു സോങ്ങിൻ്റെ ഏകദേശം ഫുൾ ഭാഗങ്ങളൊക്കെ ഈ ഒരു അമ്പലത്തിനും പരിസര ഭാഗത്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ സ്റ്റെപ്പ് കയറിയും പോകാം. ഏകദേശം ഒരു 625ഓളം പടികളുണ്ട്. അപ്പം ഞാനും മീനും കൂടി സ്റ്റെപ്പ് കയറിയാണ് പോയത്. അമ്മയും അനിയനും മീനും കൂടെ കാറിൽ അങ്ങോട്ട് പോവാണ് ചെയ്തത് കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും സ്റ്റെപ്പ് കയറി പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു അബദ്ധം പറ്റി. ചെരുപ്പ് നമ്മൾ കാറിലിട്ടാൽ മതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് അറിയണ്ടായിരുന്നില്ല. ഇതിൽ ചെരുപ്പിട്ട് കയറി പോകാമെന്നായിരുന്നു കരുതിയത്. അപ്പോൾ ചെരുപ്പ് നമ്മളൊരു ഭാഗത്ത് അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടന്മാരെ ഇവിടെ ഇട്ടോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങളവിടെ ഇട്ടിട്ട് പിന്നെ ആ സ്റ്റെപ്പ് മുഴുവൻ കയറി ഞാനും മീനും കൂടെ പോയി. ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങ് എത്താറായപ്പോഴത്തേക്കും നന്നായിട്ട് കിതച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ അങ്ങ് നടന്നു. കയറി അറ്റം എത്താറാകുമ്പോഴത്തേക്കും ഏകദേശം നമ്മൾ മുകളിൽ എത്താറാകുമ്പോഴത്തേക്കും നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കി ആകെ പെട്ടുപോകും കേട്ടോ. നമുക്ക് തല കറങ്ങുന്നൊക്കെ പോലെ തോന്നും. അപ്പം പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്. അങ്ങ് നടന്ന് നമ്മളൊരു പതുക്കെ പിന്നെ ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇരുന്നൊക്കെ നമുക്ക് പോകാം. പിന്നെ ഇടയ്ക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, കുടിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ പുഷ്പ ഫിലിമിൻ്റെ ഒരു സോങ് ഒക്കെ ഇവിടെയാണ് എടുത്തിരിക്കുന്നത്.
അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലെത്തിയതും മഴ പെയ്തു കേട്ടോ. കുറച്ച് നേരം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ് കേട്ടോ. രക്ഷയില്ലാത്ത കാറ്റായിരുന്നു അവിടെ. നമ്മളിതാ എല്ലായിടത്തും പോയി തൊഴുതു. ആ മയില് കൊള്ളാല്ലേ. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിലിട്ട് ഫോട്ടോ എടുത്തു. അത് മാത്രം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ദേവാങ്കോട്ടൊന്നും എഴുതിയിട്ടില്ല. ഭണ്ണാരത്തിൻ്റെ അവിടെ ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ. ദൈവത്തിനോട് കുറ്റാലം പോവാ. അടുത്തതിന് എങ്ങോട്ട് പോകണമെന്ന് പ്ലാനിങ് ആയിരുന്നു കേട്ടോ. അപ്പം ഡിസ്റ്റൻസ് ഒക്കെ നോക്കുമായിരുന്നു. കുറ്റാലം പോകണോ, പിന്നെ അടുത്തൊരു ഡാമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് പോകണോ. കാശി വിശ്വനാഥ ടെമ്പിൾ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച അമ്പലത്തിലേക്ക് തന്നെ പോകാൻ. അങ്ങനെ കാശി വിശ്വനാഥ ടെമ്പിളിലേക്ക് പോകാമെന്ന് കരുതി. അപ്പം നമ്മളത് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് കാറിനാണ് കേട്ടോ പോകുന്നത്. കാശി വിശ്വനാഥ ടെമ്പിളിലേക്കായിരുന്നു പോയത്. പക്ഷെ നമ്മൾ ചെറുതായിട്ടൊന്ന് പെട്ടുപോയി. കാരണം അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു 2 തവണ നമ്മൾ അമ്പലം റോഡിൽ വണ്ടിയിൽ ചുറ്റിട്ടോ. കാരണം എല്ലാ വഴികളും ബ്ലോക്കായിരുന്നു. അങ്ങോട്ടേ വണ്ടിയിലൊന്നും കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് ആ പോക്ക് മാറ്റി വെച്ചു. പിന്നെ എപ്പോഴെങ്കിലും പോകാമെന്ന് കരുതി. നല്ല ബ്ലോക്കായിരുന്നു. കുറേ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി അങ്ങോട്ടേക്ക് പോകാനായിട്ട്. എല്ലാ വഴികളും ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പം അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ നേരെ അവിടെ നിന്ന് പോയത് പിന്നെ കുറ്റാലത്തേക്കായിരുന്നു. കുറ്റാലത്തേക്ക് ഇതിന് മുന്നേ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ ചെറുപ്പത്തിൽ ഞാൻ എന്തോ 7ാം ക്ലാസ്സിലൊക്കെ ആയിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് ഞങ്ങൾ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരുമായിട്ട് ഞങ്ങൾ 4 പേരും കൂടെ ആയിട്ട് ടൂറിന് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ 1 ഡേ ട്രിപ്പായിരുന്നു. അപ്പോൾ കുറ്റാലം, പാലരുവി, തെന്മല, കല്ലടയ്ക്കായിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് പക്ഷെ ഇതുപോലെയൊന്നും ആയിരുന്നു കേട്ടോ. നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ 7th പഠിക്കുമ്പോഴായിരുന്നു. പിന്നെ അവിടെ ചെന്നത് ആ ഒരു ചെറുതായിട്ട് ചായ കുടിച്ച് പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഒരുവിധപ്പെട്ട എല്ലാ കടലും കയറി ഇറങ്ങിയിട്ടാണ് പോകുന്നത്. നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. വെയിലുണ്ടായിരുന്നു, ഇടയ്ക്കൊന്ന് മഴ പെയ്യും, പിന്നെ വെയിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് കടലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ട് പോയി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ തിരക്കും വെയിലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ലായിരുന്നു. ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. അപ്പോൾ അവിടെ നമ്മൾ പെട്ടെന്ന് പോന്നു. തിരിച്ച് പെട്ടെന്ന് പോന്നു. പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ ഈ ഒരു തിരക്കും പിന്നെ ഡ്രസ്സൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ കുറേ പേര് അങ്ങനെ ഡ്രസ്സൊക്കെ കരുതിയിട്ടാണ് വന്നിട്ടോ വെള്ളത്തിലൊക്കെ ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മളങ്ങനെ ഡ്രസ്സൊന്നും കരുതാത്തതുകൊണ്ട് വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. പിന്നെ ഒടുക്കലത്തെ വെയിലും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകുന്നു അവിടെ നിന്ന്. വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അനിയൻ അങ്ങോട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വെറുതെ ജസ്റ്റ് ആ ഒരു ഭാഗത്തേക്ക് പോയി കാലൊക്കെ നനച്ചിട്ട് ഇങ്ങോട്ട് പോന്നു.
എൻ്റെ നിർബന്ധത്തിന് പോയതാണ് കേട്ടോ. കാരണം അത്രയും വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ കുറേ നേരത്തെ ഇറങ്ങിയതല്ലേ, രാവിലെ ഇറങ്ങിയ യാത്ര അങ്ങനെ കുറച്ച് ക്ഷീണിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ വെയിലും കൂടെ ആയിട്ട് നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വേഗം നിങ്ങൾ പോന്നു. ജസ്റ്റ് അവിടെ കൈയും കാലൊക്കെ നനച്ചിട്ട് ഞാൻ മാത്രമേ അങ്ങോട്ട് പോയുള്ളൂ, അവരാരും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. Sibiling kan mo lang sibiling ko. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോരാണ് കുറ്റാലത്ത്. ഇതൊക്കെയാണ് കുറ്റാലത്ത് കാണാനുള്ളത്. വാട്ടർഫോൾസും പിന്നെ കുറേ കച്ചവടങ്ങളും. അവിടെ ആ വെള്ളമൊക്കെ, ആ വാട്ടർഫോൾസിൽ വെള്ളമൊക്കെ ആൾക്കാർ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കുടത്തിലൊക്കെ. പിന്നെ എല്ലാവരും ഇവിടെ കുളിക്കാനൊക്കെയായിട്ടാണ് വന്നത്. ഡ്രസ്സൊക്കെ കരുതി കുളിക്കാനായിട്ടൊക്കെയാണ് വന്നത്. പിന്നെ അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങാം. പിന്നെ നമ്മളത് പിന്നെ ഇനി അങ്ങോട്ട് യാത്രകളൊക്കെ ചെയ്യാനുള്ളതല്ലേ. അപ്പം നമ്മളങ്ങോട്ട് വെള്ളത്തിലൊന്നും അധികം പോയില്ല. പിന്നെ വീണ്ടും ഞങ്ങൾ ആ കടയിലൊക്കെ കയറി. അങ്ങനെ അവിടെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചിനി പോകുന്നത്, നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് അന്യൻപാറയാണ് കേട്ടോ. ഇതിങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്കിപ്പോഴാണ് അറിയണ്ടായിരുന്നത്. അപ്പം അന്യൻപാറ എനിക്ക് ഇന്ന് പോയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം, അതായത് തെങ്കാശിയിലേക്ക് പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതായിരുന്നു കേട്ടോ, ഈ അന്യൻപാറ കാണാൻ പോയത്. പോകുന്ന വഴിയെല്ലാം കാശി വിശ്വനാഥ ടെമ്പിൾ ഇങ്ങനെ ദൂരെ നിന്ന് നമുക്ക് കാണാം കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട് ആ ഒരു അമ്പലത്തിന്. പക്ഷെ നമുക്കവിടെ പോകാൻ പറ്റില്ല. അന്യൻപാറയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾ നല്ലൊരു ആപ്പുണ്ടായിരുന്നു. അപ്പം ഇത് വെള്ളമൊക്കെ കുടിക്കാനൊക്കെ കരുതി ഞങ്ങൾ പനനവും എന്തോ വെള്ളമൊക്കെ അവിടെ നിന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. കരിക്കും വെള്ളം, പിന്നെ അതിനകത്ത് എന്തൊക്കെയോ മിക്സ് ചെയ്തൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. സംഭവം കുറച്ച് കത്തിയായിരുന്നു. எப்படி இருக்கு டெஸ்ட் எப்படி இருக்கு? ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ. ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് ആ പാറ കാണുക, അവിടെയുള്ള ആ ലൊക്കേഷൻ്റെ അന്യൻ സിനിമയുടെ പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലം. ഈ റോഡൊക്കെ അന്ന് ആ പാട്ടിലുണ്ട് കേട്ടോ. ഈ റോഡൊക്കെ അന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ആ ഒരു സോങ്ങിൽ കാണിക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിനല്ല സാധനം. അടിപൊളി സ്ഥലം കേട്ടോ. എനിക്ക് പോയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഇതായിരുന്നു. ചിലപ്പോൾ ആ സിനിമ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം ആ മൂവിയൊക്കെ അന്ന് റിലീസായ സമയത്ത് 2 പ്രാവശ്യമൊക്കെയാണ് കേട്ടോ കാണാൻ പോയേക്കണത്. അത് വമ്പം കോമഡി ആയിരുന്നു.
കാരണം അന്യൻ സിനിമ റിലീസായതിൻ്റെ അടുത്ത ദിവസം അന്ന് തന്നെയാണ് നമ്മൾ പോയത്. പക്ഷെ നമ്മൾ പോകുമ്പോഴത്തേക്കും മൂവി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ ഞങ്ങളെ രണ്ടാമത് കാണിക്കാനും കൊണ്ടുപോയി. അപ്പോൾ എന്താ പറ്റിയെന്നറിയോ, അന്ന് കുറച്ച് നേരത്തെ ആയിരുന്നു മൂവി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടതിൽ തുടങ്ങിയിട്ടായിരുന്നു, അതിലും കുറേ കൂടി മുന്നോട്ട് പോയിട്ടാണ് നമ്മൾ പിന്നെ പടം കണ്ടത്. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു സമയത്ത് ഇപ്പോഴും ആ മൂവി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ മൂവിയോടുള്ള ആ ഇഷ്ടം കൊണ്ടാണ് എന്തോ എനിക്ക് ആ ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ വെച്ചിട്ട് ഡാൻസ് വീഡിയോ ഒക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആകെ ആളും ബഹളം. പിന്നെ അവിടെ വേറെ ഏതൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നടന്നില്ല. അപ്പോൾ കുറേ ഞാൻ വെയിറ്റ് ചെയ്തു ഡാൻസൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട്. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ, പറന്നു പോവും അതൊരു കാറ്റായിരുന്നു. ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അധികമൊന്നുമില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു ആ സ്ഥലം, അന്തരീക്ഷവും ആ ഫുള്ളും ആ ചുറ്റുപാടെല്ലാം നല്ല രസമുണ്ടായിരുന്നു. പരിസരമൊക്കെ താഴെ പാടവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ ഈ പാറയിലായിരുന്നു ആ ഡാൻസ് വീഡിയോ, മറ്റേ അണ്ടൻ കാക്ക എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങിൻ്റെ ഫുള്ള് ഈ പാറയൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട്, പിന്നെ അടുത്തുള്ള റോഡൊക്കെ നമ്മൾ വെള്ളം കുടിക്കാൻ നിന്ന റോഡൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നിട്ട് ഈ വീഡിയോ ഒക്കെ നോക്കുമായിരുന്നു. എനിക്കിങ്ങനെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങി വരാനുള്ള പരിപാടി അത്ര ഇഷ്ടമല്ല. എനിക്കങ്ങനെ യാത്രകൾ മടുക്കുന്ന ആളുമല്ല കേട്ടോ. കുറേ നേരം വെയിറ്റ് നോക്കി ഒരു ഡാൻസ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സെയിം അന്യൻ മൂവിയിലെ സോങ് തന്നെ. പക്ഷേ പറ്റിയില്ല. നമ്മളവിടെ നിന്ന് ഇറങ്ങി 1 മണിക്ക് കഴിഞ്ഞു കേട്ടോ. അത് നല്ല വിശന്ന് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോന്നു. എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. അവിടെ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റ്, റീലിലൊക്കെ നല്ല ഫേമസ് ആയ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് എനിക്ക് അവിടെ ഫ്രണ്ട് വ്യൂ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ കയറി ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ പോന്നു. വരുന്ന വഴിക്ക് നല്ല മഴയും കിട്ടി കേട്ടോ. അപ്പം പിന്നെ നമ്മൾ വേറെ ഒരു ഡാമും മേക്കര എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നേരം വൈകി, നല്ല വൈകി. നമ്മൾ പ്രതീക്ഷിച്ചതിലും വൈകിയതുകൊണ്ട് പിന്നെ നമ്മളിങ്ങ് പോന്നു. എന്നിട്ട് പിന്നെ ഞങ്ങളിതാ വരുന്ന വഴിക്ക് ഒരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. വ്യൂ പോയിൻ്റ് കയറി, അവിടെ കാണാനൊക്കെ കയറി. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് പാലരുവിയിലേക്കാണ് പോയത്. പക്ഷേ അവിടെയും പണി പാളി. കാരണം 5:30 വരെ എന്തുവായിരുന്നു അവിടെ സമയം. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് അവിടെ അങ്ങനെ ടൈമൊന്നും ഉള്ളതായിട്ട് ഓർക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഉള്ളിലേക്ക് വണ്ടി വിട്ടിരുന്നു. ഇതിപ്പോൾ അവിടെ ഇറങ്ങി അവരുടെ വണ്ടിയിലൊക്കെ പോകണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളതിൽ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു. അങ്ങനെ പാലരുവി അവിടെ ടിക്കറ്റ് കൗണ്ടർ വരെ പോന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു. സമയം ഉണ്ടായിരുന്നില്ല, നല്ല വൈകി. പിന്നെ വരുന്ന വഴിക്ക് എൻ്റെ വളരെ കാലത്തൊരാഗ്രഹമായിരുന്നു പുനലൂർ തൂക്കുപാലം ഒന്ന് കാണണം എന്നുള്ളത്. ഇത് കായംകുളത്തുള്ളപ്പോഴുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ കുറ്റാലം പോകുന്ന വഴിക്ക് നമുക്കവിടെ കയറാനും കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ PSCക്കൊക്കെ പഠിക്കുമല്ലോ, കുറേ ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്കിത് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും എന്തോ ഒരു ആഗ്രഹം ഇത് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. കായംകുളത്ത് ഉള്ളപ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു. അത്രയും അടുത്തവിടെ ഉണ്ടായിട്ട് ഇത് വന്ന് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കൊല്ലം പോയിട്ട് കൊല്ലത്തു നിന്നാണ് ഇതിപ്പോൾ കാണാൻ വന്നേക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് തൂക്കുപാലൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് പോന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു തെങ്കാശി യാത്ര. ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ കൂടെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. നല്ല ടയേർഡായി. അത് രാവിലെ ഇറങ്ങിയതല്ലേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു. അങ്ങനെ നമ്മുടെ തെങ്കാശി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇതിപ്പോൾ അടുത്ത ദിവസമാണ് കേട്ടോ. നമ്മൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്ക് പോവാണ്. മീനുവിൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇവിടെ വരണം എന്നുള്ളത്. അപ്പോൾ നമ്മളിതാ അമ്പലത്തിലേക്ക് വന്നതേക്കായിരുന്നു. ഒന്ന് ചിന്തിക്കുമ്പോൾ ഒരു കോമഡിയാണ്. ഇതൊക്കെ നമ്മൾ കായംകുളത്തുള്ളപ്പോൾ നമ്മുടെ വളരെ അടുത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. എന്നിട്ടിപ്പോൾ നമ്മൾ കാണാൻ വന്നേക്കുന്നത് തൃശ്ശൂരിൽ നിന്ന്, കൊല്ലം വന്നിട്ട് അവിടെ നിന്നാണ് ഇതൊക്കെ കാണാൻ വന്നേക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇതാ ഉണ്ണിയപ്പൊക്കെ വാങ്ങി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പം കേട്ടോ. അടിപൊളി ഉണ്ണിയപ്പമായിരുന്നു അവിടുത്തെ. എനിക്ക് ഉണ്ണിയപ്പം അങ്ങനെ പൊതുവേ ഇഷ്ടമല്ലാത്തൊരാളാണ്. പക്ഷേ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരവിടെ വേറെന്തോ സാധനങ്ങളൊക്കെ വാങ്ങാൻ കടയിലൊക്കെ കയറിയേക്കായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് അവിടെ ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്യായിരുന്നു. ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ തൊഴുതിറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഏഴുകോണിലെ വിശേഷങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഏഴുകോണിൽ പോവാണ്.
നല്ല മഴയാണല്ലോ. അങ്ങനെ ഞങ്ങളിത് തിരിച്ചു പോകാൻ കേട്ടോ. എഴുകോണിന്ന് അനിയൻ്റെ അടുത്ത് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞാനും മീനും. ഞാൻ തൃശ്ശൂർക്കും മീനും എറണാകുളത്തും പോവാണ്. അമ്മ വരുന്നില്ല. അമ്മ എന്നാ വരുന്നമ്മ? 7-ാം തീയതി വരുന്നുള്ളൂ. 8-ാം തീയതി അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ 7-ാം തീയതി അമ്മ രമേശിൻ്റെ മീരയുടെയും കൂടെ എറണാകുളത്ത് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ആലുവ രാജഗിരി പോകണം ഹോസ്പിറ്റലിൽ. അവിടെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ തൃശ്ശൂർക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിന്ന് പോകാൻ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കാം. അനിയൻ വന്നിട്ട് വേണം പോകാൻ. അനിയൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയേക്കുമായിരുന്നു. അപ്പോൾ ഇനി 8 മണിയാകുമ്പോൾ വരും. ഇപ്പം രാവിലെ 10:30 തോന്നുന്നു ട്രെയിൻ കൊല്ലത്തുനിന്ന്. അപ്പോൾ കൊല്ലത്ത് കൊണ്ടുവിടും. അവിടെ ഞങ്ങൾ ട്രെയിൻ കയറി. നമ്മളിങ്ങനെ അറിയാണ്ടാണ്. അപ്പം അനിയനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അനിയൻ വന്നാൽ ഞങ്ങൾ ഇറങ്ങും. ഞങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുക. ബാഗൊക്കെ പാക്ക് ചെയ്തു. കണ്ടോ? ബൈ ബൈ എഴുകോൺ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക. നമ്മുടെ യാത്രകളും ട്രിപ്പുകളൊക്കെ കഴിഞ്ഞ് പിന്നെ 2 ദിവസം റെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്ന ദിവസമാണ്. 2 ദിവസം കഴിഞ്ഞാൽ അമ്മയും രമേശും മീരയും കൂടെ തിരിച്ചു വരും. ഹോസ്പിറ്റലിൽ പോകണം അമ്മയ്ക്ക് ആലുവ രാജഗിരിയിൽ. പിന്നെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. മേഘനയുടെ കല്യാണം അനുബന്ധിച്ചുള്ള ചെക്കൻ്റെ വീട് കാണുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആയിട്ട് അവർ തിരിച്ച് നാട്ടിലോട്ട് വരുന്നുണ്ട്. തൃശ്ശൂർക്ക് വരും. അപ്പോൾ ഇപ്പം ഞങ്ങൾ എന്തായാലും തിരിച്ചു പോവാണ്. ഞാനും മീനും കൂടെ തിരിച്ചു പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ കൊല്ലത്തെ ഫേമസ് എഴുത്താണിക്കടയിൽ നിന്നായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ നല്ല അടിപൊളി പൊറോട്ടയും താറാവുകറിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. പൊറോട്ടയും മുട്ടക്കറിയും താറാവുകറിയൊക്കെ അടിപൊളി. ഇവിടുത്തെയാണ് ഫേമസ് വെട്ടുകയൊക്കെ ഉണ്ടായിരുന്നില്ലേ. അനിയൻ വരുമ്പോൾ മിക്കവാറും വാങ്ങിക്കൊണ്ടുവരും. അപ്പോൾ ഇത്തവണയും വാങ്ങി തന്നു. അങ്ങനെ നമ്മളിത് ആ സ്റ്റേഷനിലെത്തി. കാപ്പിലോ? മീനും രമ്യയും ആകാംക്ഷയുടെ മുൾമുനയിൽ ട്രെയിൻ ചാടിക്കയറണോ ഓടിക്കയറണോ നടന്നു കയറണോ എന്നുള്ള ആകാംക്ഷയിൽ അവർ നിൽക്കുകയാണ്. എന്താ ചെയ്യുക? നിൽക്കി ആ വരും ഇങ്ങോട്ട്. അമ്മേ ഇവിടെ വരുവടോ. എങ്ങോട്ടേ പോന്നേ? ഇതാ പോന്നു. ഇത് സ്ലീപ്പറാണോ? സ്ലീപ്പറല്ല. ഇവിടെ ജനാബ്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ട്രെയിൻ കയറി ചാടിക്കയറി സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് 2 സീറ്റ് കിട്ടി. അപ്പോൾ ഒരു 2:30 ഒക്കെ ആയപ്പോൾ മീനു എറണാകുളത്ത് എത്തി. ആലുവ എത്തി കേട്ടോ. ആലുവയിൽ താങ്കൾ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. മീരയുടെ അച്ഛൻ കേട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് എനിക്ക് കുറേ സ്വീറ്റ്സും സ്നാക്സൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിക്കാൻ നിവർത്തിണ്ടായിരുന്നില്ല. അമ്മ ഒരു തിരക്കായിരുന്നു. പൊട്ടിച്ച് കഴിച്ചാലോന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ തൃശ്ശൂർ എത്തിയതും ഒടുക്കലത്തെ മഴയായിരുന്നു കേട്ടോ. ഒരു നല്ല മഴയായിരുന്നു. പിന്നെ തൃശ്ശൂർ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അവിടുന്ന് ബസ് കയറി അമ്മ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. അപ്പം ഇതൊക്കെ അന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ കൊല്ലത്തെ എഴുകോണിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.